ഹായ് ഓൾ, ദിസ് ഇസ് അഖിൽനാഥ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിമിൻ്റെ പേര് കർവ് എന്നാണ്. ഒരു ഹൊറർ ടൈപ്പ് ഷോർട്ട് ഫിലിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വുമൺ ട്രാപ്പ് ആകുന്നതിനെ ബേസ് ചെയ്തുള്ള ഒരു കണ്ടന്റാണ് സംഭവം. ഒരു 4 ദിവസത്തോളം അടുത്തായി അതിന് ഇത് ഇറങ്ങിയിട്ട്. സോ ഷോർട്ട് ഓഫ് ദ വീക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വ്യൂസും 11 മില്യൺ വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അത്യാവശ്യം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്നതാണ്. എല്ലാവരും കണ്ടതാണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത്. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹൗ ഇസ് ഇറ്റ്? ഓക്കെ, എനിക്കിത് ഇതിൻ്റെ ഒരു തമ്പനയിൽ തന്നെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോയി കാണാനായിട്ട്. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന രീതിയിലുള്ള ഷോർട്ട് ഫിലിമാണോ അതോ ഇനിയും വേറെ ടൈപ്പാണോ എന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് വാച്ച്. 3, 2, 1. Photography. VFX ആണ് എടുത്തിരിക്കുന്നത്. CJ VFX അല്ല, ഒരു രക്ഷയില്ല. ഒത്തിരി തന്നെ കൂടി. ആദ്യം കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചില്ല. മേക്കിംഗ് കണ്ടല്ലോ, ക്യാമറ വർക്ക് രക്ഷയില്ല. Curve. The making style is so much different than our movies. നമ്മുടെ മൂവീസിനെ കളിച്ചും ഒരുപാട് ഡിഫറെൻ്റ് ആണ് അവരുടെ മേക്കിംഗ് സ്റ്റൈൽ. Look at she and her acting is also good. പ്രാവ് തന്നെ കുഴയുന്നു വല്ലാത്ത കൂട്ട്. എന്താണല്ലേ, കാല് പെരുക്കുന്നു. ഫുള്ള് ഇതാണെന്ന് തോന്നുന്നല്ലേ, VFX സംഭവം ചെയ്തിരിക്കാന്ന് തോന്നുന്നു. പക്ഷെ ഒറിജിനാലിറ്റി വെല്ലുന്ന രീതിയിലാണ്. ഒരു സിനിമയെ വെല്ലുന്ന രീതിയിലാണ്. ആക്ടിങ് ഈസ് ഓൾസോ ഗുഡ്. കൈയെല്ലാം വിരലെല്ലാം ഒതുങ്ങിയിരിക്കുകയാണ്. Truly, it's a movie based on a trap.
ആക്ച്വലി നോക്കിയ വേറെ പ്ലേ ചെയ്യില്ല, മനസ്സിലാകുന്നില്ല. ബ്രോക്കൺ താനൊടിഞ്ഞിട്ടുണ്ടായിരിക്കും, അങ്ങനെ മടങ്ങിയിരിക്കുന്നുണ്ടോ? ഗ്രിപ്പില്ല പിടിക്കാനായിട്ടുള്ള. There was a person, ഒരാൾ ഉണ്ടായിരുന്നു അവിടെ. ലൈക്ക് ഗെയിം പോലെയാന്ന് തോന്നുന്നു അല്ലേ? ആൾക്കാരെ ട്രാപ്പ് ചെയ്തിട്ട് സന്തോഷിക്കുന്ന സൈക്കോസ് അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? സൈക്കോ അങ്ങനത്തെ ആരെങ്കിലും? That's a loud voice. രക്ഷയില്ല കേട്ടോ സംഭവം. മേക്കിംഗ് കൈ സ്ലിപ്പാകും.
ഗ്രിപ്പിന് വേണ്ടി തന്നെ കേട്ടോ. ഇന്നത്തെ മൈക്കോട്ടെ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദേ ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, രക്ഷയില്ല കേട്ടോ. ഇതൊക്കെയാണ് മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു ചെറിയ സംഭവമാണെങ്കിലും ചെയ്തു വെക്കുന്നതാണല്ലോ. 9 മിനിറ്റ്സേ ഉള്ളൂ. 9.37 9 മിനിറ്റും 37 മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഒരു 2.5 മണിക്കൂറുള്ള സിനിമയുടെ എക്സ്പീരിയൻസ് ആണത്. മേക്കിംഗ് അല്ലേ. ചിലപ്പോൾ ഇത് മുഴുവനും ഇതായിരിക്കും, VFX ആയിരിക്കാം. ചിലപ്പോൾ അല്ലെങ്കിൽ ഇതൊരു ചെറിയൊരു സംഭവം സബ്ജക്റ്റ് ആയിരിക്കാം. അതിനെ ചെയ്തു വെച്ചിരിക്കുന്ന രീതിയായിരിക്കും. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഇതുണ്ടല്ലോ, ഒരുപാട് വർക്കുകളുണ്ടല്ലോ. ഇപ്പം ആർട്ട് പോലത്തെ വർക്കുകളും ഒരുപാട് ബ്രില്യൻസുകൾ കാണിക്കത്തില്ല. ഇപ്പോൾ റീൽസിലൊക്കെ ഒരുപാട് പേര് കാണിക്കത്തില്ല. അതേപോലത്തെ മെത്തേഡ് ആയിരിക്കാം ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ വിഷ്വലി ട്രീറ്റ് ആണ്. രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഇത് ഒത്തിരി പേര് കണ്ട ഷോർട്ട് ഫിലിമാണ്. എനിക്കൊന്ന് ഐ തിങ്ക് ഞാനാണ് തോന്നുന്നത് ഒരുപാട് ലേറ്റായിട്ട് കാണുന്നത് തോന്നുന്നു. പക്ഷെ അമേസിങ്, അടിപൊളി കേട്ടോ. സോ ഇപ്പം തന്നെ ആ ഒരു വിറയൽ മാറിയിട്ടില്ല. നല്ല രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഒരു സ്റ്റോറിയിലേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എത്ര വലിയ സ്റ്റോറി ആണെങ്കിൽ അവരത് മേക്ക് ചെയ്യുന്ന രീതിയും കൂടി അടിപൊളിയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൂ. ഇതിനകത്ത് ആക്ച്വലി ഇതിനകത്ത് സൈക്കോ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഹിയർ ആക്ടിങ് ഈസ് ഓൾസോ ഗുഡ്. അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.